അഞ്ച് തെങ്ങ് കലാപം. നമ്മൾക്കെല്ലാവർക്കും അറിയാം, കേരള ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കലാപമാണ് അഞ്ച് തെങ്ങ് കലാപം. അഞ്ച് തെങ്ങ് കലാപം നടന്നത് 1697 ഓർക്കുക, അഞ്ച് തെങ്ങ് കലാപം നടക്കുന്നത് 1697 അഞ്ച് തെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയത് അന്നത്തെ വേണാട് ഭരണാധികാരിയായിരുന്ന ഉമയമ്മ റാണിയാണ്. ഇവരായിരുന്നു ആറ്റിങ്ങൽ റാണി. അപ്പോൾ ആറ്റിങ്ങൽ റാണി അനുമതി കൊടുത്തു. അതിനോടനുബന്ധിച്ച് തന്നെ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി അവർ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷമാണ് 1695. അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് കോട്ടയം പൂർത്തിയായിട്ട് 2 വർഷത്തിന് ശേഷം 1697. 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായി. അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് 1697. കലാപത്തിന് അല്ലെങ്കിൽ കലാപം നടക്കുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങില് പണ്ടകശാലയും അതായത് വ്യാപാരശാലയും കോട്ടയൊക്കെ നിർമ്മിക്കാൻ വേണ്ടി അനുമതി കൊടുത്ത ആറ്റിങ്ങൽ റാണിയാണ് ഉമയമ്മ റാണി. ഇതിനോട് ചേർത്ത് നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു വസ്തുതയാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം 1697. എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ഇത് 1721. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം 1697. എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. വർഷം 1721. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.